വിജയകുമാർ, പൊതുവെയുള്ള കനത്ത പോളിംഗ് തന്നെയാണ്, കനത്ത ചൂടും അനുഭവം. അതെ അതെ, എസ് കെ ഇപ്പോൾ ഏതാണ്ട് 20% കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും മലപ്പുറത്തൊക്കെ നല്ല പോളിംഗ്, നല്ല പോളിംഗ് ആണ്. വടകര പല മേഖലകളിലും ഏതാണ്ട് എരഞ്ഞോളി, തലശ്ശേരി മേഖലകളിലൊക്കെ 40% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ദീപക് ധർമ്മടം എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വർത്തമാനങ്ങൾ പറയും. എസ് കെ എൻ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തെ വലിയ രീതിയിൽ കാലത്ത് തന്നെ ആഘോഷമാക്കി എന്നുള്ളതാണ് വടകര മണ്ഡലത്തിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന എരഞ്ഞോളിയിൽ നിന്നുള്ള വിശേഷം. എരഞ്ഞോളിയിലെ 18-ാം ബൂത്തിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ 18-ാം ബൂത്തിലേക്ക് രാജേഷ് വളരിക്കൊണ്ടൊന്ന് ഈ ബൂത്ത് കാണിച്ചാൽ 44% പോളിംഗ്, ഒരുപക്ഷെ സംസ്ഥാന ശരാശരിയേക്കാൾ ഇരട്ടിയിലേറെ വരുന്ന പോളിംഗ് ആണ് തലശ്ശേരിയിലെ എരഞ്ഞോളിയിലെ 18-ാം ബൂത്തിൽ. തൊട്ടടുത്ത 22-ാം ബൂത്തിൽ 30% പോളിംഗ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് വലിയ രീതിയിലുള്ള പോളിംഗ്. നമ്മൾ വടകര മണ്ഡലത്തിൻ്റെ പൊതു ഘടനയെടുത്ത് നോക്കുമ്പോൾ 10:30 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം വടകര നിയോജകമണ്ഡലത്തിൽ 14.61%, കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ 13.35%. അതിലും ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് തലശ്ശേരി മണ്ഡലമാണ്. തലശ്ശേരി മണ്ഡലത്തിൽ 17.83 ഇലക്ഷൻ കമ്മീഷൻ 10:35 പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക്. പിന്നീട് തൊട്ടു പുറകിലുള്ളത് കൂത്തുപറമ്പ് മണ്ഡലമാണ്, 15.93%. ഏറ്റവും പുറകിൽ നിൽക്കുന്നത് കുറ്റ്യാടിയും നാദാപുരവുമാണ്. നാദാപുരം മണ്ഡലം 13.19%. ഇത് കാണിക്കുന്നത് പൊതുവിൽ നഗരപ്രദേശത്തിലും ഗ്രാമപ്രദേശത്തും ഒരുപോലെ പോളിംഗ് നിരക്ക് ഉയരുന്നു. അതിൽ റെക്കോർഡ് പോളിംഗിലേക്ക് പോയിരിക്കുന്നത് ഇതിനകം തന്നെ ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 44% പോളിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ കൂടുതൽ ആൾക്കാർ ആവേശത്തോടു കൂടി പോളിംഗിന് എത്തി എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ വന്നതാണോ? അതെ, രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നോ അതോ ഇപ്പൊ വന്നതേ ഉള്ളൂ? ഈ പോളിംഗ് ശതമാനം വൻതോതിൽ വരികയാണല്ലോ, അത് നല്ലൊരു തീരുമാനമാണ്. ജനങ്ങൾ ഭയങ്കരമായി തെരഞ്ഞെടുപ്പിൽ ഉത്സാഹത്തോടെ എത്തുകയാണ്. ആണ് ശക്തമായ തെരഞ്ഞെടുപ്പാണ്. അത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ തെരഞ്ഞെടുപ്പാണ്. എന്തായാലും ജനങ്ങൾ ശക്തമായ വോട്ട് നൽകുന്നുണ്ട്. ഈ പൊതുവികാരം തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേർ കാലത്ത് തന്നെ വോട്ട് ചെയ്യുക നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ RC അമല സ്കൂളിൽ ഏതാണ്ട് അരമണിക്കൂറിലേറെ ക്യൂവിൽ വരിയിൽ നിൽക്കേണ്ടി വന്നു. അത്രയും വലിയ തിരക്കായിരുന്നു കാലത്ത് 7 മണി മുതൽ അവിടെ കണ്ടത്. പൊതുവിൽ നമ്മൾ തലശ്ശേരി വടകര മേഖലയിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് നമുക്ക് കാണാം. സ്ത്രീകൾ ക്യൂവിൽ കൂട്ടമായി എത്തി നിൽക്കുന്ന കാഴ്ച കാണാം. സാധാരണ ദീപക് ധർമ്മടമാണ് എരഞ്ഞോളിയിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന്